ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 87-ാമത്തെ ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നാം ചിന്തിക്കുന്നത് മൂന്നാം സ്വർഗത്തിന്റെ വിഷയങ്ങളാണ്. മൂന്നാം സ്വർഗത്തിലെ 5 ടൈപ്പ് ദൂതഗണങ്ങൾ ബൈബിളിൽ നമുക്ക് വായിക്കാം. 1 ദൂതന്മാർ, 2 കെരൂബുകൾ, 3 മൂപ്പന്മാർ, 4 സറാഫുകൾ, 5 ജീവികൾ. ഇങ്ങനെ 5 ടൈപ്പ് ദൂതഗണങ്ങളെ പല പേരിനാലും ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. ഇനിയും ദൂതന്മാരെന്ന് പറയുന്നവര് 2 ഭാഗമാണ്. 1 യുദ്ധവീരന്മാരായ ദൂതന്മാർ, 2 ദൈവത്തിൽ നിന്നും ദൂതുവാഹികളായി ദൈവവൃത്യന്മാരെ അറിയിക്കുന്ന ദൂതഗണങ്ങളുണ്ട്. 1 യുദ്ധവീരരായി ദൂതന്മാർ, 2 അതിന് നേതാവ് മീഖായേൽ, രണ്ടാമത്തേത് ദൈവദാസന്മാർക്ക് ദൂതറിയിക്കുന്ന ആ ദൂതന്മാരുടെ നേതാവ് ഗബ്രിയേൽ. നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് യുദ്ധവീരരായ ദൂതന്മാർ, അതിന് സർവ സൈന്യാധിപൻ മീഖായേലാണ്. അവൻ യുദ്ധത്തിന് ഉള്ളവനാണ്. ആർക്കു വേണ്ടി? ആർക്കെതിരെ? സാത്താനും അതിന്റെ സൈന്യത്തിനും നേരെ യുദ്ധം ചെയ്യുന്നതായ ഒരു കൂട്ടം യുദ്ധവീരന്മാരായിരിക്കുന്നവരാണ് ഈ മീഖായേലിന്റെ ഗ്രൂപ്പിൽപ്പെട്ടവരെ. വെളിപ്പാട് പുസ്തകം 12-7 വാക്യം, സ്വർഗത്തിൽ യുദ്ധമുണ്ടായി എന്ന് പറഞ്ഞാൽ അത് 1-ാം സ്വർഗം, ആകാശമണ്ഡലം. അവിടെയാണ് ഈ ലൂസിഫേറും പാർട്ടികളും, അവിടെയാണ് അവരുടെ ഇപ്പോഴത്തെ താമസ സ്ഥലം. സ്വർഗത്തിൽ യുദ്ധം ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ സ്ഥാനത്തു നിന്നും മീഖായേലും അവരുടെ ദൂതന്മാരും പടവെട്ടി അവരെ തോൽപ്പിക്കുന്നു. ആരെയൊക്കെ തോൽപ്പിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, മഹാസർപ്പം തോറ്റു, പിശാച് തോറ്റു, സാത്താൻ തോറ്റു, പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. ഇത് മഹോദ്രവകാലത്ത് സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ സംഭവിക്കയില്ല. പഴയ പാമ്പ്, ഇവനെ പഴയ പാമ്പെന്ന് പറയാനുള്ള കാരണം, ആദ്യമായി ഏദനിൽ വന്ന് ആ തോട്ടത്തിൽ കയറി ഹവ്വായെ വഞ്ചിച്ചു. വഞ്ചിക്കാനുള്ള പ്രധാനമായ 3 കാര്യം അവൻ വെളിപ്പെടുത്തി. 1 കൺമോഹം, 2 ജഡമോഹം, 3 ജീവനത്തിന് പ്രധാനം. ഈ 3 കാര്യമാണ് ഇന്ന് മാനവജാതിയെ മുഴുവൻ തെറ്റിക്കുന്നത്. കൺമോഹം, ജഡമോഹം, ജീവനത്തിന് പ്രതാപം. ഇതാണ് സാത്താന്റെ കയ്യിൽ ഏറ്റവും വലിയ ആയുധം. ഇതാരെയും വീഴ്ത്തുവാൻ അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പഴയ പാമ്പ്, ഈ പഴയ പാമ്പാണ് നമ്മുടെ കർത്താവായ യേശു
മരുഭൂമിയിൽ താൻ ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരുഭൂമിയിൽ ഉപവാസം കഴിഞ്ഞ് അവൻ പതുക്കെ യേശുവിനുമായി സംസാരിപ്പാൻ വന്നു. സാത്താൻ എപ്പോഴും സംശയമുളവാക്കുന്ന വാക്കുകളെ പറയുകയുള്ളൂ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും സംശയം ഉളവാക്കുന്ന വാക്കുകൾ വരുമ്പോൾ സൂക്ഷിച്ചോണം, ഇത് എവിടെ നിന്നാണ് വരും നോക്കണം. സാത്താൻ യേശുവിന്റെ അടുക്കൽ കടന്നു ചെന്ന് 3 പ്രധാനമായ കാര്യമാണ് അവിടെ പറഞ്ഞത്. 1 ആരാധന, 2 അധികാരം, 3 ആഹാരം. അവൻ പറഞ്ഞത്, നീ എന്നെ വീണ് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിനക്ക് തരാം. ആരാധന, നിനക്ക് അധികാരമുണ്ടെങ്കിൽ ഒന്ന് ചാടുക, ദൂതന്മാർ നിന്നെ പിടിച്ചോളുമല്ലോ, അല്ലെ സംരക്ഷിച്ചോളുമല്ലോ. 3 പറഞ്ഞു, നിനക്ക് വലിയ വിശപ്പുണ്ടല്ലോ, ഈ കല്ലിനോട് നീ അപ്പമാകാൻ ഒന്ന് കൽപ്പിക്ക എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ കർത്താവ് 3നും അംഗീകാരം കൊടുത്തില്ല. ഒറ്റ വാക്കുകൊണ്ട് സാത്താനെ അവിടെ പരാജയപ്പെടുത്തി. 1, നിന്നെ ആരാധിപ്പാൻ വ്യവസ്ഥയില്ല, പിശാചിനെ ആരാധിക്കുവാൻ വ്യവസ്ഥയില്ല, ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. നമ്മുടെ കർത്താവ് അവരോട് പറഞ്ഞത് ദൈവവചനപ്രകാരം പറഞ്ഞത്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ സേവിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. മത്തായി 4-ാം അധ്യായം 10-ാമത്തെ വാക്യം, 11-ാമത്തെ വാക്യം. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, ദൂതന്മാർ വന്ന് അവനെ ശുശ്രൂഷിച്ചു. സാത്താനെ പരാജയപ്പെടുത്തുന്നത് ദൈവവചനപ്രകാരവും നമ്മുടെ ജീവിത വിശുദ്ധി കൊണ്ട് മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്ന് എൻ്റെ കേൾവിക്കാരെ വളരെയധികം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. യൂദായുടെ ലേഖനം 9-ാമത്തെ വാക്യം, പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു പ്രത്യേക ഭാഗം അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഫർസിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. വളരെ ശ്രദ്ധിക്കണം. സാത്താനോട് നേരിടുന്നത് നമ്മുടെ ശബ്ദം കൊണ്ടോ കഴിവ് കൊണ്ടോ അഭിനയം കൊണ്ടോ ഒന്നുമല്ല. ദൈവവചനപ്രകാരം അവന്റെ നേരെ പോരാടിയാൽ അവൻ ദൈവജനത്തിനു മുമ്പിൽ ജയിക്കയില്ല എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊള്ളുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത ഭാഗം കൂടെ സ്വർഗത്തിലെ ദൂതഗണത്തെ പറ്റി ചെറിയ നിലയിലെ സന്ദേശം അറിയിപ്പാൻ താല്പര്യപ്പെടുന്നു. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഞാൻ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ്. ഭാരതത്തിൽ വലിയ ഉണർവുണ്ടാകാൻ വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നവനാണ്. തീർച്ചയായും ആ ഉണർവ് നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണും. നിങ്ങളും പ്രാർത്ഥനയിൽ അംഗമാകൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.